ഇപ്പോൾ നമ്മൾ MSC ക്രൂസിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ലഞ്ചിന് ഐറ്റംസ് നോക്കാം. ഇതേപോലെ വലിയൊരു ബൊഫെ റെസ്റ്റോറൻ്റ് ആണ്. വലിയ ലോങ് ആയിട്ടുള്ള ഒരു ഫ്ലോർ മുഴുവൻ തന്നെ ഈ ഒരു ബൊഫെ റെസ്റ്റോറൻ്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ലഞ്ചിന് എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത് നോക്കാം. ഇന്ത്യൻ ഐറ്റംസ് ഉണ്ടോ, റൈസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. 16 നിലകളുള്ള കപ്പലിന്റെ 13ാമത്തെ നിലയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒരു ക്രൂസ് ഷിപ്പിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക സമയമൊന്നുമില്ല. ഇപ്പോൾ രാവിലെ സമയത്തൊക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്, ഉച്ചയ്ക്ക് ലഞ്ച്, വൈകുന്നേര സമയത്ത് ചായ, രാത്രിയിലാണെങ്കിൽ ഡിന്നർ ഐറ്റംസ്, രാത്രി വൈകിയാണെങ്കിൽ പിസ്സ ഐറ്റംസ്, അതുപോലെ എപ്പോഴും വെറൈറ്റി ഐറ്റംസ് ധാരാളം സെർവ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇപ്പോൾ ഈ ഷിപ്പിൽ യാത്ര ചെയ്യുന്നത് 5000-ഓളം പേരാണ്. 3 തവണ അവർക്ക് ഫുഡ് നൽകുമ്പോൾ തന്നെ 15,000 പേർക്കുള്ള ഫുഡ് ഇവിടെ ഉണ്ടാക്കണം. അത്രയും വലിയൊരു റെസ്റ്റോറൻറ്റ് ഏരിയയാണിത്. ഇതുകൂടാതെ വേറെയും റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ധാരാളമായിട്ടുണ്ട്. ക്രൂസ് ഷിപ്പിൽ യാത്ര ചെയ്യുക എന്നുള്ളത് രാജ്യങ്ങൾ കാണുക മാത്രമല്ല, വെറൈറ്റി ഓഫ് ഫുഡ് എൻജോയ് ചെയ്യുന്നതിൽ കൂടിയാണ് ധാരാളം പേര് ഷിപ്പ് ബുക്ക് ചെയ്യുന്നത്. ഷിപ്പിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീല് കിട്ടാത്ത രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കേരള നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ബീൻസ് തോരനാണ്. ബീൻസ് തോരൻ നല്ല തേങ്ങയൊക്കെ ഇട്ട് ബീൻസ് തോരൻ. ഇനി ഇതുപോലെ നല്ലതുണ്ടാവും. ഫ്രൈഡ് റൈസ്, നല്ല ഫ്രൈഡ് റൈസ് ഉണ്ട്. പിന്നെ ലെമൺ റൈസ് ഉണ്ട്, ബട്ടർ ഉണ്ട്. ഇത് അടിപൊളിയാട്ടോ, നല്ല രസമാണ്. അതുകൊണ്ട് നല്ല കേരളത്തിന് ടേസ്റ്റാണ്. പിന്നെ അതുകൂടാതെ മട്ടൻ കറി ആണെങ്കിലും കേരളത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയുള്ള മട്ടൻ കറിയാണ്. എരിവില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ലഞ്ച് സമയത്താണ്. അതുകൊണ്ട് തന്നെ ധാരാളം വ്യത്യസ്ത ഫുഡ് നമുക്കിവിടെ കാണാം. ഇത് മീൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അധികം എരിവൊന്നും ഇല്ലാത്ത രീതിയിൽ. ഇത് കേരള സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്ത ഫുഡ് കൂടിയാണ്. കേരളത്തിൻ്റെ ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ ഇതിലുണ്ടെങ്കിലും എരിവ് തീരെ കുറവാണെന്ന് മാത്രം. അതേപോലെ ധാരാളം വ്യത്യസ്ത ഐറ്റംസ് ഏത് സമയത്തുമുണ്ട്. ഇതൊക്കെ ഇംഗ്ലീഷ് ഫുഡിൻ്റെ വെറൈറ്റിയിൽ വരുന്ന ഐറ്റംസ് ആണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡും കണ്ടു. ഇത് മട്ടൻ കറിയാണ്. മട്ടൻ കറി ആണെങ്കിൽ മസാലയൊക്കെ ചേർത്ത് നമ്മുടെ കേരള സ്റ്റൈലാണെന്ന് തോന്നുന്ന രീതിയിലാണ്. എരിവ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പലതരം ബ്രെഡ് ഐറ്റംസും വെജിറ്റബിൾസ് ഒക്കെയാണ് ഇംഗ്ലീഷുകാർ കഴിക്കുന്നത്. നമുക്ക് ചോറ് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ബീഫ് ഫ്രൈ ഈ രീതിയിലാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് പോർക്ക് കറിയാണ്. ഗോവൻ സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്ത പോർക്ക് കറി. ഇതിനും അധികം എരിവൊന്നുമില്ല. വെജിറ്റബിൾസ് ആണെങ്കിൽ എല്ലാ വെറൈറ്റി വെജിറ്റബിൾസും നമുക്കിവിടെ കാണാൻ പറ്റും. ബീറ്റ്റൂട്ട്സ് ഉൾപ്പെടെ ധാരാളം വെറൈറ്റി വെജിറ്റബിൾസ് എപ്പോഴും ഉണ്ടാകും. ഗ്രിൽഡ് ബീഫ്, പോർക്ക് മിക്ക സമയങ്ങളിലും തന്നെ നമുക്കിവിടെ കാണാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഗ്രിൽഡ് ഐറ്റംസ്. എന്നാൽ ഞാൻ ഈ ഇടയ്ക്ക് നാട്ടിൽ വന്നപ്പോൾ പല റെസ്റ്റോറൻറ്റുകളിലും അൽഫാം ഉൾപ്പെടെയുള്ള ഐറ്റംസ് അതിൽ കൂടുതൽ ഓയിൽ കണ്ടന്റ് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇംഗ്ലീഷ് രാജ്യങ്ങളിലൊക്കെ ഗ്രിൽഡ് ഐറ്റംസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആ മീറ്റിലുള്ള ഓയിൽ പരമാവധി കത്തിച്ച് കളഞ്ഞ് ഫാറ്റ് കുറഞ്ഞ മീറ്റ് കഴിക്കുക എന്നുള്ളതാണ്. എന്നാൽ കേരളത്തിലാണെങ്കിൽ പരമാവധി ഓയിൽ അതിൽ ആഡ് ചെയ്ത് ടേസ്റ്റിന് വേണ്ടി കൂടുതൽ എണ്ണ പുരട്ടിയതിനു ശേഷം ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഐറ്റംസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ഈ ഷിപ്പിന്റെ ഉള്ളിൽ നമ്മൾ എത്ര നടന്നാലും തീരാത്ത അത്രയും ദൂരത്തിലാണ് ഇതുപോലെ പല വെറൈറ്റി ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഐറ്റമാണ്. ഇതേപോലുള്ള വ്യത്യസ്തമായ ചീസ് ഐറ്റം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസാണിത്. വ്യത്യസ്തമായ ചീസ് ഐറ്റംസ് ധാരാളമുണ്ട് ഇവിടെ. ഇതേപോലെ നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ എന്റർടൈൻ ചെയ്യുന്നതിന് വേണ്ടി ധാരാളം പ്രോഗ്രാമുകളുണ്ട്. മ്യൂസിക് പ്രോഗ്രാമുകൾ ഉണ്ടാകും. കൂടാതെ ഇപ്പോൾ കൂടെ കാണാം ജ്യൂസ് കൗണ്ടർ, ബാർ കൗണ്ടറുകൾ ഒക്കെ എല്ലായിടത്തും തന്നെയുണ്ട്. നമ്മൾ കേരളത്തിലെ ഒരു ബഫേ ഏരിയയിൽ പോവുകയാണെങ്കിൽ, റെസ്റ്റോറൻറ്റിലോ കല്യാണത്തിനോ ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഐറ്റംസ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക. എന്നാലിപ്പോൾ നമുക്കിവിടെ ഷിപ്പിലോ അതേപോലെ ഇംഗ്ലീഷ് രാജ്യങ്ങളിലോ റെസ്റ്റോറൻറ്റുകളിലോ ഒക്കെ പോവുകയാണെങ്കിൽ ഇവിടെ ഇതേപോലുള്ള ഫുഡായിരിക്കും ഏറ്റവും അധികം അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുക. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള യൂറോപ്യൻ ഫുഡിനാണ് അവർ പ്രാധാന്യം നൽകുന്നതും. വളരെയധികം ആരോഗ്യകരമായ ഫുഡ് കഴിക്കുന്നവരാണ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളത്. 50ഓളം യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുള്ളത് 28 രാജ്യങ്ങളാണ്. ക്രൊയേഷ്യയെ കൂടി ആഡ് ചെയ്തപ്പോഴാണ് 28 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുള്ളത്. കഴിഞ്ഞ 10-13 വർഷക്കാലമായി ഞാൻ യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ വ്യത്യസ്തമായ ഒരു ഫുഡ് ഐറ്റം ഉണ്ടാകും. ഓരോ സ്ഥലത്തെയും ട്രഡീഷണൽ ഫുഡ് ഐറ്റംസിന് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഈ ഒരു വ്യത്യസ്തത കാണാനുമാകും. ഇപ്പോൾ ഇതേപോലുള്ള ബ്രെഡ് ഐറ്റംസിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇതേപോലെ പ്രത്യേക മസാല ചേർത്ത് വേവിച്ച മീനിൻ്റെ കാര്യത്തിലാണെങ്കിലും, അതോടൊപ്പം കഴിക്കുന്ന ഗ്രിൽഡ് ചെയ്ത മറ്റ് വെജിറ്റബിൾ ഐറ്റംസും എല്ലാം ഓരോ രാജ്യത്തിൻ്റെയും പ്രത്യേകതയാണ്. ഇത് ഗ്രില്ല് ചെയ്ത് മസാല ചേർത്തിട്ടുള്ള മീറ്റ് ഐറ്റമാണ്. ചോറ് കഴിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ അവർ വളരെ സ്ലിം ആയിട്ടുള്ള വണ്ണം കുറഞ്ഞവരാണ് നമുക്ക് പൊതുവേ കാണാൻ പറ്റുക. ചോറ് അവർ കഴിക്കുമെങ്കിലും വളരെ അപൂർവമായി മാത്രമാണ് കഴിക്കുകയുള്ളൂ. മീറ്റ് ഐറ്റംസ് ഒക്കെ ധാരാളം കഴിക്കും. ഫിഷും മറ്റ് ചീസ് ഐറ്റംസ് ഒക്കെ കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നവരാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഷിപ്പുകളിലധികം യാത്ര ചെയ്തിട്ടുള്ളവരല്ല. കൂടുതൽ സമയവും നമ്മൾ യാത്ര ചെയ്യുക ട്രെയിനുകളിലോ വിമാനങ്ങളിലോ ഒക്കെ ആണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർ ഇതേപോലുള്ള ക്രൂയിസ് ഷിപ്പുകളിൽ യാത്ര ചെയ്യുന്നതിന് കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. അതിന് പ്രധാന കാരണം
നമുക്ക് നമ്മുടെ വീട്ടിൽ കഴിയുന്നത് പോലെ തന്നെ കഴിയാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ റെസ്റ്റോറൻറ്റുകളിൽ വന്ന് ഫുഡ് കഴിക്കാം. അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓപ്ഷനിലാണ് നമുക്ക് ഈ ഒരു യാത്ര അറേഞ്ച് ചെയ്തിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഏത് ഫുഡ് വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും നമുക്ക് വന്നിരുന്ന് കഴിക്കാനുള്ള ആ ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് കിട്ടുക. അതിനൊന്നും അഡീഷണലായിട്ട് യാതൊരു ക്യാഷും നമ്മൾ നൽകേണ്ടതില്ല. ചില സ്ഥലങ്ങളിലെ ബുഫേ റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ആ പ്ലേറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മൾ വെക്കണം. എന്നാൽ ഇവിടെ എങ്ങനെയല്ല, നമ്മൾ ഫുഡ് കഴിച്ച് ആ പ്ലേറ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു വെയിറ്റർ എടുത്തുകൊണ്ട് വയ്ക്കോളും. നമുക്കൊരു പുതിയ പ്ലേറ്റ് എടുത്ത് വീണ്ടും വന്ന് നമുക്ക് ആവശ്യമുള്ള ഫുഡ് കഴിക്കാവുന്ന രീതിയാണ് ഇവിടെയുള്ളത്. എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഫുഡ് ഐറ്റംസ് എടുക്കാം. ഒരു തവണ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്ലേറ്റുമായിട്ട് വീണ്ടും ഫുഡ് എടുക്കാനായിട്ട് പോകാൻ പാടില്ല. അത് ഇൻഫെക്ഷൻ കൺട്രോളിനെതിരാണ്. നമ്മൾ എടുത്തുകൊണ്ട് വന്ന ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതവിടെ വയ്ക്കുക. അത് വെയിറ്റർ റിമൂവ് ചെയ്തോളും. നമ്മൾ പുതിയൊരു പ്ലേറ്റ് എടുത്ത് മറ്റ് ഫുഡ് ഐറ്റംസ് എടുത്തുകൊണ്ട് വന്ന് കഴിക്കാം. അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ബുഫേ റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് എടുക്കാൻ പാടില്ല. അതിന് അവിടെ ഫോർക്ക് വെച്ചിട്ടുണ്ട്. ആ ഫോർക്ക് കൊണ്ട് മാത്രമേ ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കാവൂ. അത് ഫ്രഷ് ഫ്രൂട്ട് ആണെങ്കിലും മറ്റ് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അതേ രീതിയിൽ മാത്രമേ നമുക്ക് ഫുഡ് എടുക്കാനായിട്ട് പറ്റൂ. ഉൾക്കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഫുഡ് പോയിസൺ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും എല്ലാ യാത്രക്കാർക്കും ഉണ്ടാവുക. എല്ലാവരും ഫുഡ് ഹൈജീനൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആദ്യമേ തന്നെ നൽകിയിട്ടുണ്ടാകും. 8 ഡേയ്സിൻ്റെ ഒരു ട്രിപ്പിലാണ് നമ്മൾ യാത്ര ചെയ്തത്. യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നമുക്ക് ഈ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യാനായി. എല്ലാ ദിവസവും തന്നെ വെറൈറ്റി ഫുഡാണ് നമുക്കിവിടെ ലഭിച്ചത്. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ ദൂരം നടന്നു എങ്കിലും ഈ ഫുഡ് ഐറ്റംസ് ഒന്നും തീർന്നിട്ടില്ല. ഇനിയും ധാരാളം ഐറ്റംസ് ആണ് നമ്മൾ ഓരോ സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലുള്ള ചീസ് ഐറ്റംസ് ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ വളരെ കോമൺ ആണ്. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. നല്ല കുറേ പഴയ ചീസൊക്കെ ആയിരിക്കും പലപ്പോഴും വെച്ചിട്ടുണ്ടാവുക. അത്തരം പഴയ ഐറ്റംസ് ആണെങ്കിലും യാതൊരു കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. ഇനി ഇതുപോലുള്ള ബ്രെഡ് ഐറ്റംസ് ആണെങ്കിലും ധാരാളം വെറൈറ്റി ബ്രെഡ് ഐറ്റംസ് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതുപോലെ സലാഡ് ഐറ്റംസ് ധാരാളം ഫുഡിനോടൊപ്പം കഴിക്കുന്നവരാണ് ഇംഗ്ലീഷുകാരും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഉള്ളവർ. ചോറിന് പകരമായിട്ട് ഇതേപോലുള്ള ഐറ്റംസ് ആണ് അവർ കൂടുതലായിട്ടും കഴിക്കുക. ഇനി കുക്ക്ഡ് ഐറ്റംസ് ആണെങ്കിൽ വെജിറ്റബിൾ മിക്സ് ചെയ്ത ഐറ്റംസ് കൂടുതലായിട്ടും അവർ കഴിക്കുന്നു. ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്. അതുകൂടാതെ ഇതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ചോറാണെങ്കിലും പല വെറൈറ്റി ചോറ് എപ്പോഴും തന്നെ ഉണ്ടാകും. നമ്മൾ സൗത്ത് ഇന്ത്യൻസിനൊക്കെ കഴിക്കാവുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ ടേസ്റ്റിൽ. ഇത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി നമ്മളുടെ ഒരു ടേസ്റ്റ് പോലെ തന്നെയാണ് നമുക്ക് തോന്നിയത്. നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ ചേർത്താണ് കറി വെച്ചിട്ടുള്ളത്. നമുക്ക് എരിവിൻ്റെ ഒരു പ്രശ്നം അധികം വരുന്നില്ല. കാരണം നമുക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്ന രീതിയിലാണ് ഇതൊക്കെ തയ്യാറാക്കിയിട്ടുള്ളതും. ഇത് പോർക്ക് റിബ്സ് കറി വെച്ചിട്ടുള്ളതാണ്. റിബ്സ് കട്ട് ചെയ്ത് ഇതുപോലെ കറി വെച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ UK ആണെങ്കിലും പലപ്പോഴും റിബ്സൊക്കെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ അത് കട്ട് ചെയ്ത് മസാലയൊക്കെ ചേർത്ത് നന്നായി കറി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചോറ് കൂട്ടി കഴിക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു കറിയായിരുന്നു അത്. അതേപോലെ ഗ്രില്ല് ചെയ്തിട്ടുള്ള ഇതേപോലെ വെറൈറ്റി മീറ്റ് എപ്പോഴും തന്നെ ഇവിടെ ഉണ്ടാകും. ചിലപ്പോൾ അത് ലാമ്പായിരിക്കും, അതല്ലെങ്കിൽ ബീഫ് ഐറ്റംസ് ആയിരിക്കും. ഇത് ബീഫാണ്. നമ്മൾ ബീഫൊക്കെ ഇതേപോലെ ഗ്രില്ല് ചെയ്യുമ്പോൾ അത് കനം കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗവും നന്നായിട്ട് വേവും. ആ രീതിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതേപോലെ കനം കുറച്ചും പ്രിപ്പയർ ചെയ്തിട്ടുള്ള മറ്റ് ഐറ്റംസുമാണിത്. മീനുണ്ട്, അതുകൂടാതെ മറ്റ് മീറ്റ് ഐറ്റംസ് ഒക്കെ ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഉണങ്ങിയ മീറ്റൊക്കെ നമുക്ക് പൊതുവെ കാണാനായിട്ട് പറ്റും. അത്തരം ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റി. അതോടൊപ്പം തന്നെ ഹാം, ഇതുപോലെ പോർക്ക് മീറ്റ് അവർക്ക് കനം കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റിയാണത്. അതോടൊപ്പം ഉപ്പിലിട്ട ഐറ്റംസ്. ഇത്തരം ഫുഡൊക്കെ കഴിക്കുമ്പോഴും അവർ പ്രധാനമായിട്ടും കഴിക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. ധാരാളം വെജിറ്റബിൾസ് കഴിക്കും. കുക്ക് ചെയ്യാതെ തന്നെ ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് അവർ കഴിക്കും. ചെറുതായിട്ട് നല്ല ഗ്രില്ലായ ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് അവരിങ്ങനെ നമ്മളിടുന്ന പോലെ മസാലയൊന്നുമില്ല, പക്ഷെ നല്ല ലാമിൻ്റെ പ്യൂർ ടേസ്റ്റ്. നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും ഇങ്ങനെ ഇഷ്ടമില്ലായിരിക്കും, പക്ഷെ നല്ലതാണ്. നല്ല ഫ്രൈ ആയിട്ട്. ഇപ്പം ഞാൻ ലഞ്ചിന് മെയിനായിട്ട് സലാഡാണ് ഇപ്പോൾ എടുത്തത്. എന്നുവെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഫുള്ളായിട്ട് കഴിച്ചുകൊണ്ട് ശരിക്കും എനിക്കിപ്പോഴും അത്ര നല്ല വിശപ്പില്ല. അതിനെ കുറച്ച് സലാഡ് കഴിക്കാൻ നോക്കും. കുറേ സലാഡും കുറച്ച് ഫിഷും ഇത് സം ബീഫ് സ്റ്റീക്കാണ്. നമുക്ക് കടലിലെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാവുന്ന രീതിയിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉള്ളത്. ഇനി എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് നോക്കാം. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ധാരാളം ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഇന്ത്യക്കാരായിട്ടുള്ള ജോലിക്കാരെ അധികം ഈ ഷിപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ഗോവയിൽ നിന്നുള്ള ഒരു ഷെഫിനെ നമ്മൾ പരിചയപ്പെട്ടു. അദ്ദേഹം ഇവിടെ പ്രധാന ഷെഫാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മളിവിടെ ഒരു ബുഫേ റെസ്റ്റോറൻറ്റ് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ആവശ്യത്തിനെടുത്ത് കഴിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഈ ഒരു ബുഫേ പ്രവർത്തിക്കുന്നത്. അതിനായിട്ടുള്ള വ്യത്യസ്ത ടീമുകളുണ്ട്. അതിൻ്റെ ഹൈജീൻ ഒരു സമയത്തും നമുക്ക്
വെറുതെ ആരെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോയ ഒരു പ്ലേറ്റ് നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇമ്മീഡിയറ്റ് ആയി തന്നെ ആ പ്ലേറ്റ് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന രീതിയാണുള്ളത്. ജസ്റ്റ് ടേബിൾ ക്ലീൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എവിടെയെങ്കിലും ഒരു ഫുഡിൻ്റെ അംശം ചാടിക്കിടന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുന്ന രീതിയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുക. നമ്മൾ ഇതേപോലെ ഫുഡ് എടുക്കുന്ന സമയത്ത് ചിലരുടെ കയ്യിൽ നിന്ന് അത് ഡ്രോപ്പ് ആകാറുണ്ട്. എങ്കിലും അത് ഇമ്മീഡിയറ്റ് ആയി തന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള സ്റ്റാഫ് ഇവിടെ എപ്പോഴും പ്രവർത്തിക്കുന്നു. നിലത്താണെങ്കിലും ടേബിൾ ക്ലീൻ ചെയ്തതിന് ശേഷം നിലത്ത് ഏതെങ്കിലും ഒരു തരി ഫുഡ് കിടന്നാലും അതപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി വിപുലമായ സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. കേരളത്തിലെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് പലപ്പോഴും അവിടെ വൃത്തിയില്ല എന്ന് തോന്നുന്നതിന് പ്രധാന കാരണം അവിടുത്തെ ടേബിളിലൊക്കെ ആരെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോയ പ്ലേറ്റ് അവിടെ ഉണ്ടാകും. അതല്ലെങ്കിൽ നിലത്തൊന്നും യാതൊരു വൃത്തിയും ഉണ്ടാകില്ല. ഇവിടെ ടേബിൾ പോലെ തന്നെ നിലവും ക്ലീൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഫുഡിൻ്റെ പ്രസൻറ്റേഷൻ ആണെങ്കിലും ഏറ്റവും അട്രാക്റ്റീവായ രീതിയിൽ തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഷിപ്പ് പ്രധാനമായിട്ടും യാത്ര ചെയ്യുന്നത് രാത്രി സമയത്തായിരിക്കും. പകൽ സമയത്തൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് വിസിറ്റ് ചെയ്യുകയായിരിക്കും. രാവിലെ ഒരു രാജ്യത്തെ തീരത്തെത്തുകയും പിന്നീട് ആ രാജ്യം വിസിറ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഷിപ്പ് പോകുന്ന രീതിയായിരിക്കും പൊതുവേ ഉള്ളത്. എന്നാൽ ലോങ് ഡിസ്റ്റൻസിലുള്ള രാജ്യത്തോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ പകൽ സമയത്തും യാത്രയിലായിരിക്കും. ആ സമയത്തൊക്കെ എപ്പോഴും റെസ്റ്റോറൻറ്റ് ആക്റ്റീവ് ആയിരിക്കും. ഇതേപോലുള്ള ബുഫേ റെസ്റ്റോറൻറ്റുകൾ അതല്ലെങ്കിൽ മറ്റ് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റുകളൊക്കെ ധാരാളമുണ്ട്. നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാകും. അവിടെ പോയി നമുക്ക് ഫുഡ് കഴിക്കാം. അതല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ബുഫേ റെസ്റ്റോറൻറ്റുകൾ നമുക്ക് വിസിറ്റ് ചെയ്യാം. അതിനൊന്നും യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. രാത്രി ഏറെ വൈകിയാണെങ്കിലും നമുക്ക് ബുഫേ റെസ്റ്റോറൻറ്റുകളിൽ വരാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് എപ്പോഴും ഉണ്ടാകും. നല്ല ആരോഗ്യകരമായ ഫുഡ് തന്നെ പ്രിഫർ ചെയ്യുന്നവർക്ക് അതിനുള്ള ധാരാളം ഓപ്ഷനുകളും ഈ ഷിപ്പിനുള്ളിലുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം പേര് യാത്ര ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വെറൈറ്റി ആയിട്ടുള്ള ഒട്ടേറെ ഐറ്റംസ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നതും. ഇപ്പോൾ ഇന്ത്യക്കാരെയൊക്കെ ഉദ്ദേശിച്ചാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പല ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കുറേ ദൂരം നടന്നു. ഓരോ ഐറ്റംസ് ഇതുപോലെ മാറി വരുന്നുണ്ട്. അതേപോലെ ബ്രെഡ് വളരെ കോമൺ ആയിട്ട് എല്ലായിടത്തും നമുക്ക് കാണാം. വ്യത്യസ്ത രീതിയിലുള്ള ബ്രെഡ് കഴിക്കുന്നവരാണ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർ. ബ്രെഡ് പല രീതിയിൽ കുക്ക് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇതേപോലെ മുട്ട ചേർത്ത് ഫ്രൈ ചെയ്തിട്ടുള്ള ബ്രെഡ് ഐറ്റംസ് നമുക്കിവിടെ കാണാം. ക്രൂസ് ഷിപ്പിൽ യാത്ര ചെയ്യുക എന്നുള്ളത് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ താമസിച്ച് രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണതെങ്കിൽ ക്രൂസ് ഷിപ്പിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ടോട്ടൽ പാക്കേജിൽ ചെറിയൊരു എമൗണ്ട് മാത്രം നൽകിയാൽ മതി. ഇപ്പോൾ നമ്മൾ രണ്ടുപേര് യാത്ര ചെയ്യുമ്പോൾ 8 ദിവസക്കാലം യാത്ര ചെയ്യുന്നതിനാകെ ചിലവ് 1500 പൗണ്ട് മാത്രമാണ്. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 1.25 ലക്ഷത്തിൽ താഴെ മാത്രമാണ് നമുക്ക് ആകെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. അപ്പോൾ ക്രൂസ് യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.